എല്ലാ പുള്ളിനെ ഇടിച്ചിട്ട് ഞാൻ പറയുന്നത് വീഡിയോ കോളിലാണ്. എന്തേ അവനൊരു ആർട്ടിസ്റ്റാണ്, അവനൊരു സെലിബ്രിറ്റിയാണ് എന്ന് വെച്ചാല് മാക്സിമം ഇവരെ ചവിട്ടി താഴ്ത്തണം, അതാണല്ലോ വേണ്ടത്. ഇപ്പൊ കുറെ പേര് പറയായിരിക്കും എന്താണ് അവൻ ചെയ്തുകൊണ്ടല്ലേ അതന്നെ ചെയ്തത്, അതന്നെ വേണ്ട, അയാൾ മദ്യപിച്ചു, എന്താ ചെയ്യേണ്ടത്? ഉപ്പും മുളകും അതോടൊപ്പം തന്നെ തട്ടിയും മുട്ടിയും ഈ രണ്ട് സീരിയലിലൂടെ സുപരിചിതനായ സിദ്ധാർത്ഥ് കഴിഞ്ഞ ക്രിസ്മസ് രാത്രി ക്രിസ്മസിന്റെ തലേന്നുള്ള രാത്രി വാഹനം ഓടിച്ച്, അതായത് കുടിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ച് ഒരു സാധുവായ മനുഷ്യനെ ഇടിച്ചു കൊന്നു എന്ന് എടുത്ത് പറയാൻ കാരണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹം ഇന്നലെ മരിച്ചു. ഈ സിദ്ധാർത്ഥ് കുടിച്ച് പേഞ്ഞ് കൊണ്ടുവന്ന് വണ്ടി ഇടിച്ച് ഇട്ട ആ സാധുവായ ലോട്ടറി കച്ചവടക്കാരൻ ഇന്നലെ മരിച്ചു. ഇത് ഇടിച്ചിട്ടിട്ട് അതിനുശേഷം അവിടെ കാട്ടിക്കൂട്ടിയ ഓരോ കോപ്രായങ്ങളും നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനെ ന്യായീകരിച്ച് നമ്മുടെ ബിഗ് ബോസിന്റെ ഈ സീസണിലെ ബിഗ് ബോസ് താരവും അതോടൊപ്പം തന്നെ പഴയ സീരിയലുകളിലൂടെ എല്ലാം സുപരിചിതനായ ജിഷിൻ മോഹൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഇതിനെ ന്യായീകരിക്കുന്നത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടും ഒക്കെയാണല്ലോ നിങ്ങളെല്ലാവരും സിദ്ധാർത്ഥിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും അല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വളരെ പ്രതീക്ഷയോടുകൂടി ഇനി ഒരുപാട് വർഷക്കാലം ജീവിച്ചിരിക്കേണ്ട ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഈ ലക്ക് കെട്ട് കള്ളു കുടിച്ച് ബോധരഹിതനായി അയാളുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം ഇടിച്ചു കൊന്നത്. എത്ര വർഷം ജീവിച്ചിരിക്കേണ്ടിയിരിക്കും? അയാളുടെ ചുറ്റുപാട്, അയാളെ ആശ്രയിച്ച് ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ടാവും, അയാൾക്ക് മക്കളുണ്ടാവും, അയാൾക്കൊരു ഭാര്യ ഉണ്ടാവും, അയാളുടെ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവരുടെ എല്ലാം പ്രതീക്ഷകളെല്ലാം എല്ലാത്തിനെയും അട്ടിമറിക്കുക എന്നൊക്കെ പറയത്തില്ലേ, എല്ലാത്തിനെയും നമ്മൾ നശിപ്പിച്ച് കൈ കൊടുക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഈ സിദ്ധാർത്ഥ് ലക്ക് കെട്ട് ചെയ്തത്. എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിച്ച പരിപാടിയാണ് ഈ ജിഷിൻ ചെയ്തത്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ ജിഷിൻ എഗെയിൻസ്റ്റ് ആയിട്ട് വന്നത്. ഇപ്പൊ ജിഷിന്റെ ഭാര്യ വന്ന് പറയുകയാണ്, ഞങ്ങളല്ലല്ലോ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചത്. എന്ത് ന്യായീകരണമാണ് അത് ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് വണ്ടി ഇടിച്ചതിന്റെ അന്ന് പിറ്റേ ദിവസം തന്നെ ഒന്ന് വെപ്രാളവും, നിങ്ങളിപ്പോ കണ്ടല്ലോ ആ വീഡിയോയിൽ, വെപ്രാളവും പരിവേഷവും ആത്മാർത്ഥതയൊക്കെ ഒന്ന് കാണുമായിരുന്നു. പുള്ളി പിടിച്ച് പോലീസൊക്കെ വന്നിട്ട് കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ടുപോകാനായിട്ട്. അപ്പോഴും പോലീസിന് അസഭ്യം പറയുക, പോലീസിന്റെ പറയെ കടന്ന് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുക. കാരണം ബോധം എന്ന് പറയുന്ന സ്ഥാനമില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. എന്നിട്ട് പറയുകയാണ് പോലീസിനെ പിടിച്ച് ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. നാട്ടുകാരുമായിട്ട് അടിയുണ്ടായി, നാട്ടുകാരെ ഇങ്ങനെ പിടിച്ചതിലാണ് ജിഷിന് പ്രതിഷേധം. എന്തുകൊണ്ട് അങ്ങനെ പിടിക്കേണ്ടി വന്നു? എന്ത് കോപ്രായമാണ് അവിടെ കിടന്ന് കാണിച്ചത്? അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നുള്ളൂ. എന്നിട്ടും മര്യാദയ്ക്ക് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്നിട്ട് വീണ്ടും കോപ്രായം കാണിച്ചു. ഹോസ്പിറ്റലിൽ ചെന്നിട്ട്, അതായത് മദ്യത്തിന്റെ അളവ് ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയ സ്ഥലത്ത് പോയിട്ടും ഇതേ പരിപാടികൾ തന്നെയാണ് ഈ സിദ്ധാർത്ഥ് കാണിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നു. ഇന്നലെ ആ പാവം മനുഷ്യൻ ഒടുവിൽ ഒരു കാരണവശാലും തൻ്റെ ജീവിതം രക്ഷിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണമടിയേണ്ടി വന്നു ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഈ വൃത്തികെട്ടവൻ കാരണം ഇല്ലാണ്ടായിരിക്കുന്നു എന്നുള്ളത് എടുത്ത് പറയാം. ഇനി എന്താ നടക്കാൻ പോകുന്നത്? ഇന്നിപ്പോൾ പുതിയൊരു ഇതും കൂടെ ആഡ് ചെയ്യും, അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടി ആഡ് ചെയ്തിട്ട് കേസ് ഈസി ആയിട്ട് സെറ്റിൽ ചെയ്ത് പോകത്തേ ഉള്ളൂ. ക്യാഷ് കൊടുത്ത് കേസ് ഈസി ആയിട്ട് ഇൻഷുറൻസ് കിട്ടുന്ന വഴിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും. പല രീതിയിലും കേസ് ഈസി ആയിട്ട് സെറ്റിൽ ചെയ്ത് വിടും. ആ മാറ്റർ അവിടെ ക്ലോസ് ചെയ്യും. കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഈ കേസുകളെല്ലാം മറക്കും, എല്ലാവരും മറന്നു. ഇതേപോലെ പല സിദ്ധാർത്ഥമാർ വീണ്ടും ഉണ്ടാവും. ഇതേപോലെ ലക്ക് കെട്ട് വെള്ളമടിച്ച് ഒരു ബോധവും ഇല്ലാതെ പാവ സാധു മനുഷ്യന്മാരെ കൊണ്ടുവന്ന് ഇടിച്ച് അവരുടെ ജീവിതം ഇല്ലാണ്ടാക്കി കളയും ഇത്തരത്തിലുള്ളവന്മാർ. അതുകൊണ്ട് ഇവന്മാർക്ക് കൃത്യമായ ശിക്ഷ ഇതിലൂടെ കിട്ടിയെങ്കിൽ മാത്രമേ അതൊരു സമൂഹത്തിനൊരു മെസ്സേജ് ആവത്തുള്ളൂ. നാളെ ഒരു സിദ്ധാർത്ഥ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രവൃത്തി കാണിക്കാതിരിക്കാനുള്ളൊരു പ്രചോദനം ഇത്തരത്തിലുള്ള കേസുകളിലൂടെ സമൂഹത്തിന് ലഭിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു പാഠമായിരിക്കണം. ഇതുപോലുള്ള സെലിബ്രിറ്റീസ് ആണെങ്കിലും ആരാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്ന ഓരോരുത്തർക്കും ഉള്ളൊരു പാഠം കൂടിയായിരിക്കണം ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.